ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. പ്രിയമുള്ളവരെ, നമ്മൾ വായിച്ചു കേൾക്കുന്ന സുവിശേഷം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 56 വരെയുള്ള വചനങ്ങളാണ്. ഈ സുവിശേഷത്തിൽ പ്രധാനമായും 2 ഭാഗങ്ങളും, ഈ 2 ഭാഗങ്ങളിൽ എലിസബത്തിൻ്റെ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ഒരു സ്തോത്രഗീതവും പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതവും, ഇങ്ങനെ 2 സ്തോത്രഗീതങ്ങളടങ്ങിയ 2 ഭാഗവും ഒരു ടെയിലെൻഡുമാണ് നമ്മൾ കാണുക. ഈ 2 സ്തോത്രഗീതങ്ങളടങ്ങിയ 2 ഭാഗങ്ങൾക്കും ഒരു ടെയിലെൻഡ് കൂടെ ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുൻപിലേക്ക് നീട്ടുന്നുണ്ട്. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ ആദ്യ ഭാഗത്ത് എലിസബത്തിൻ്റെ വീട്ടിലേക്ക് യാത്ര ചെയ്യുന്നു. ഈ യാത്രയ്ക്ക് ഒരു വാക്കുകൊണ്ട് വിശുദ്ധ ലൂക്ക ഒരു അടയാളം നൽകിയിട്ടുണ്ട്. തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. പരിശുദ്ധ അമ്മയുടെ ഈ യാത്ര ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള ഒരു യാത്രയാണെന്ന് വിശുദ്ധ ഗ്രന്ഥം വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് സഭാപിതാക്കന്മാർ പറഞ്ഞു തരുന്നുണ്ട്. കാരണം പരിശുദ്ധ അമ്മയോട് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞിട്ടുണ്ട്, നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ ഇല്ലയോ എന്നറിയാൻ നിനക്ക് മുന്നിൽ ഞാനൊരു കാര്യം വെളിപ്പെടുത്തി തരാം. നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് ഗർഭിണിയാണ്. പരിശുദ്ധ അമ്മയുടെ തിടുക്കത്തിലുള്ള യാത്രയെപ്പറ്റി സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നത് ഇത് സത്യമാണോ ഇല്ലയോ എന്നറിയുവാനുള്ള തിടുക്കത്തിലാണ് പരിശുദ്ധ അമ്മ യാത്ര പുറപ്പെടുന്നത്. എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ കുഞ്ഞ് പിറക്കും, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിന്ന് പുരുഷൻ്റെ സ്പർശമില്ലാതെ ഞാനൊരു കുഞ്ഞിന് ജന്മം നൽകും എന്ന മാലാഖയുടെ വാക്കുകൾ സത്യമാണോ ഇല്ലയോ എന്നറിയുവാനുള്ള പരിശുദ്ധ അമ്മയുടെ തിടുക്കം ഈ ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് പരിശുദ്ധ അമ്മയുടെ നാവിൽ നിന്ന് പുറപ്പെട്ട അഭിവാദനത്തിലൂടെ പരിശുദ്ധാത്മാവിനാൽ പൂരിതനായി ഉദരത്തിലുള്ള കുഞ്ഞ് കുതിച്ചു ചാടുന്നുവെന്ന് എലിസബത്ത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഉള്ളിൽ ഈശോയുമായി കടന്നു ചെല്ലുന്ന പരിശുദ്ധ അമ്മയുടെ വാക്കുകളിൽ പോലും നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മളിവിടെ കണ്ടെത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, സുവിശേഷത്തിലെ ആദ്യ ഭാഗത്തെ സ്തോത്രഗീതം പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്നത് എലിസബത്ത് തന്നെയാണ്. നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എന്നിട്ട് ഇതിൻ്റെ കാരണം എലിസബത്ത് തന്നെ പറയുന്നുണ്ട്, എൻ്റെ കർത്താവിൻ്റെ അമ്മ. എന്തുകൊണ്ടാണ് നീ അനുഗ്രഹീതയായത്? എന്തുകൊണ്ടാണ് നീ കർത്താവിൻ്റെ മുൻപിൽ ഏറ്റവും പ്രിയമുള്ളവളായി മാറിയത്? നീ കർത്താവിൻ്റെ അമ്മയാകാൻ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്ന സ്തുതിഗീതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇത് തന്നെയാണ്, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, കാരണം നീ കർത്താവിൻ്റെ അമ്മയാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ ഇന്ന് സ്വർഗത്തിലേക്ക് കരയേറിയതിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്ന ഈ ദിവസം പരിശുദ്ധ അമ്മയെ താഴ്ത്തിക്കെട്ടുകയും പരിശുദ്ധ അമ്മയെ ഇകഴ്ത്തി പറയുകയും ചെയ്യുന്ന ജനസമൂഹത്തിൽ അമ്മയുടെ മക്കളായ നമുക്ക് പരിശുദ്ധ അമ്മയെക്കുറിച്ച് എലിസബത്ത് വിശുദ്ധ ലൂക്കായിലൂടെ വിശുദ്ധ വേദഗ്രന്ഥത്തിലൂടെ നൽകിയിരിക്കുന്ന ഈ ഒരു സ്തുതിഗീതി നമ്മുടെ അധരങ്ങളിൽ സൂക്ഷിക്കുവാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. രണ്ടാമതായി നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്, പരിശുദ്ധ അമ്മ ദൈവാത്മാവിൽ പൂരിതയായി കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുന്നുണ്ട്. ഇവിടെ കൃത്യമായി ഈശോ പറയുന്ന അഷ്ടസൗഭാഗ്യങ്ങളുടെ ഒരു ലാഞ്ചന നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഈ ലോകത്തിലുള്ള കഷ്ടതകൾക്കൊക്കെ കർത്താവിൻ്റെ പക്കൽ പ്രതിഫലമുണ്ടെന്ന് ഈ ഒരു ഭാഗം നമ്മുടെ മുൻപിൽ വ്യക്തമാക്കി തരുന്നുണ്ട്. അഷ്ടസൗഭാഗ്യങ്ങളിലൂടെ ഈശോ പറയുന്നത് പോലെ ഈ ലോകത്തിലെ കഷ്ടതകൾക്ക്, കണ്ണീരിന്, സങ്കടങ്ങൾക്ക്, പീഡനങ്ങൾക്ക് കർത്താവിൻ്റെ പക്കൽ ഉത്തരമുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ പരിശുദ്ധ അമ്മ ഇന്ന് നമ്മുടെ മുൻപിൽ ഈ സ്തോത്രഗീതത്തിലൂടെ അതിൻ്റെ ഒരു മുന്നാസ്വാദനം പറഞ്ഞു തരുന്നുണ്ട്. ഈ ലോകത്തിൽ സമ്പന്നരായവരെ വെറും കൈയോടെ പറഞ്ഞയക്കുന്ന ദൈവം, ദരിദ്രരായവരെ ഉയർത്തുന്ന ദൈവം, പ്രിയപ്പെട്ടവരെ ശക്തരായവരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ട് എളിയവരെ ഉയർത്തുന്ന ദൈവം, ഈ കർത്താവിൻ്റെ ഈ ഒരു ഭാവം അഷ്ടസൗഭാഗ്യങ്ങളിൽ എന്നതുപോലെ പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തിലും പ്രതിഫലിക്കുന്നത് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇനി പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്ന ടെയിലെൻഡാണ് സുവിശേഷത്തിൽ നമ്മൾ അവസാനമായി കാണുക. മറിയം അവളോടുകൂടെ 3 മാസത്തോളം താമസിച്ചു, പിന്നെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങി. പ്രിയമുള്ളവരെ, ഈ മടക്കവും പരിശുദ്ധ അമ്മയുടെ
3 മാസത്തെ താമസവും കൃത്യമായി നമ്മൾ വായിച്ചെടുക്കേണ്ടതുണ്ട്. എലിസബത്ത് 6 മാസം ഗർഭിണിയായിരിക്കുമ്പോഴാണ് പരിശുദ്ധ അമ്മ അവളുടെ വീട്ടിലേക്ക് കടന്നു ചെന്നത്. 3 മാസം താമസിച്ച് അവൾക്ക് 9 മാസം പ്രസവത്തോടടുക്കുന്ന സമയത്ത് അവളുടെ അടുക്കൽ നിന്ന് പരിശുദ്ധ അമ്മ പോകുന്നുണ്ട്. ഈ പ്രസവത്തോടടുക്കുമ്പോൾ അവളെ ശുശ്രൂഷിക്കാനും അവളെ സഹായിക്കാനും ഒരുപാട് ആളുകൾ അവളുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലും. എന്നാൽ ഇവൾ ഗർഭിണിയായിരിക്കുന്ന നാണക്കേട് ഭയന്ന് പുറത്തേക്ക് ഇറങ്ങാതിരിക്കുന്ന സമയത്ത്, അവൾ ഒറ്റയ്ക്കായ സമയത്ത് പരിശുദ്ധ അമ്മ അവളോടൊപ്പം സമയം ചെലവഴിക്കുന്നുണ്ട്. ടെയിലൻ്റ് സൂചിപ്പിക്കുന്നത് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ളത്ര നേരം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എലിസബത്തിനുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിലും ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ളത്ര നേരം പരിശുദ്ധ അമ്മ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് ഈ ടെയിലൻ്റ് നമ്മുടെ മുൻപിൽ ഉറപ്പിച്ചു തരുന്നുണ്ട്. പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് കരയേറിയത് അമ്മയുടെ മക്കളായ നമ്മളെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വഴിയൊരുക്കുന്നതിന് വേണ്ടിയാണ്. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും സ്വർഗത്തിലേക്കുള്ള യാത്ര പൂർത്തിയാക്കാൻ ശ്രമിക്കാം. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.